വെൽക്കം ബാക്ക് ടു റിയാൻസ് പാൻട്രി. നമുക്കിന്ന് കുറച്ച് കക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മൾ വൃത്തിയാക്കി വെച്ച കക്ക് ഇറച്ചി നമുക്കിതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം, അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം, അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചേക്കാം. പുഴുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോകാം. കക്ക നമുക്ക് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2-3 ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എരിക്ക് ആവശ്യാനുസരണം കുരുമുളക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിക്കാം. അല്പം ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് ഊറ്റിയെടുത്ത കക്ക ഇറച്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമുക്കൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ നമ്മൾ വിട്ടുപോയതാണ്. ഇതെല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക. ഓൾമോസ്റ്റ് നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല രീതിയിൽ നമുക്ക് കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അത് നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ കക്ക ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാലറീസ് കുറവ് കാരണം വെയിറ്റ് മാനേജ്മെൻറ്റിനും അതിനൊക്കെ നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീനും ഉള്ളതുകൊണ്ടും അതേ കണക്ക് ബ്ലഡ് പ്രഷറിനും തൈറോയിഡിനും പിന്നെ അതേപോലെ ഇമ്മ്യൂണിറ്റിക്കും നമുക്ക് വൈറ്റമിൻ എയും ഡിയും ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ടോടെ കൂടിയ നല്ലൊരു ഐറ്റമാണ് ഈ കക്ക ഇറച്ചി. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി റെഡി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം. താങ്ക്